അറബി നാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയം ഡെസേർട്ട് സഫാരിയാണ്. എന്നാൽ മണൽക്കുന്നുകളുടെ എണ്ണവും വലുപ്പവും കൊണ്ട് സഫാരിക്ക് സാഹസികത പകരുകയാണ് അബുദാബിയിലെ മരുഭൂമികൾ. നഗരത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതുകൊണ്ടും ഉയരം കൂടിയ മണൽക്കുന്നുള്ളതുകൊണ്ടുമാണ് അബുദാബിയിലെ അൽക്കത്തം ഡെസേർട്ടിലേക്ക് സന്ദർശകർ കൂടുതലായി എത്തുന്നത്. സാഹസികത ഏറെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ സഫാരി അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആസ്വദിക്കാൻ ഇവിടെ എത്തുമ്പോൾ സാധിക്കുന്നുണ്ട് എന്ന് സഞ്ചാരികൾ പറയുന്നു. Very nice, very exciting, and all the guys are very professional, so it's too much fun. യുഎയുടെ സഞ്ചാര ഭൂപടത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന അൽക്കത്തം ഡെസേർട്ടിനെ കുറിച്ച് സഫാരി സംഘാടകർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഹൈറ്റുള്ള ഡ്യൂൺസ് അബുദാബിയിലാണുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇപ്പോൾ അബുദാബിയിലാണ് വരുന്നത്. പിന്നെ ലീവ എന്ന് പറഞ്ഞ സ്ഥലത്ത് 300 മീറ്റർ ഹൈറ്റുള്ള ഡ്യൂൺസ് ആണ് അവിടെ ഉള്ളത്. അതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ. മെയിൻ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാർ അബുദാബിയിലാണ് വരുന്നത്. സഫാരിക്കായി എത്തുന്നവരിൽ ഏറിയ പങ്കും വിദേശികളാണ്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മലയാളി സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ട്. കുറച്ചും കൂടി ഡ്യൂൺ ബാഷ് കുറേ കൂടെ കൂടുതൽ ഇവിടെയാണ് ഇതാക്കുന്നത്. ദുബായ് ജസ്റ്റ് 10 മിനിറ്റ്സ് അവരെടുത്ത് പോകും, അതോടെ തീരും. ഇത് പക്ഷേങ്കിൽ കുറേ ഒരു എന്താ പറയുക, റിയലി എക്സൈറ്റിംഗ് തിങ് ആയിരുന്നു. സൂര്യാസ്തമനത്തോടെ ക്യാമ്പിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് സുന്ദരിമാരുടെ ലാവണ്യ നൃത്തവും ആവി പറക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അതിലുപരി എല്ലാം മറന്ന് ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ്. മരുഭൂമിയുടെ മാറിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ആധുനിക വാഹനങ്ങളുടെ രസതന്ത്രം എന്നും സഞ്ചാരികൾക്ക് പ്രിയമാണ്. ഒപ്പം മരുഭൂമിയിൽ ഒരു ദിവസം താമസിക്കുവാൻ അവസരവും. സിബി കടവിൽ, ഏഷ്യനെറ്റ് ന്യൂസ്, അബുദാബി.